ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ മൂന്നാർ എത്തിട്ടോ. മൂന്നാറെന്ന് പറഞ്ഞാൽ മൂന്നാർ തൊട്ടടുത്ത് എത്തുന്നു. നടന്നല്ല കേട്ടോ ഞാൻ അവിടെ നിന്ന് വന്നേ. കാരണം അവിടെ നിന്ന് മൊത്തം ദേവികുളമൊക്കെ കഴിഞ്ഞ് കുറച്ചും കയറി പോന്നു. സ്കൂട്ടി കൊണ്ടാണ് വന്നത്. സ്കൂട്ടി കൊണ്ട് അവിടെ വെച്ചു പയ്യെ നടന്ന് മൂന്നാർ പോയി ഒരു ചായ കുടിച്ചിട്ട് സമയം ഒരു 5:10 കേട്ടോ. നൈസ് തണുപ്പുണ്ട്. നൈസ് തണുപ്പെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഞ്ഞ് കുറവുണ്ട്. ഗ്യാപ്പ് റോഡൊക്കെ വന്ന് കഴിഞ്ഞാൽ നല്ല മഞ്ഞും തണുപ്പ് വരും കേട്ടോ. നമ്മളങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അടുത്ത് വന്നു കേട്ടോ. ഇവിടെ കുറച്ച് നാൾ വരെ ഭയങ്കര പരിപാടിയായിരുന്നു. ഭയങ്കര പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഫ്ലവർ ഷോ ഈ ഒരു രക്ഷയായിരുന്നു പറയാം. ന്യായം ഗസ്റ്റുകളൊന്നും ഇട്ടില്ല. ഇപ്പം ഇതുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ. വർക്കിംഗ് ആണെന്ന് അറിയത്തില്ല. ഫൈനലി നമ്മളത് മൂന്നാർ ടൗണിലേക്ക് എത്താൻ പോവാണ്. മൂന്നാർ ടൗണിൻ്റെ തൊട്ടടുത്തെത്തി. അതിന് നമ്മൾ ചായക്കട വന്നിട്ടോ. ചായ ഉണ്ടോ? ഒരു ചായ. അങ്ങനെ നമ്മൾ ചായ കുടിച്ചു കഴിഞ്ഞോ. ചായ കുടിച്ച് കഴിഞ്ഞ് മൂന്നാർ ടൗണിലേക്ക് നൈസായിട്ടൊന്ന് നടക്കാം. ഇവിടെ പണ്ട് ഞങ്ങൾ മറയിൽ പോയിട്ട് വരുമ്പം അപ്പുറത്ത് ഇങ്ങോട്ട് ക്രോസ് വരാനായിട്ട് ഒരു പാലത്തേക്കട വന്നിട്ടുണ്ട്. ടൗൺ ഒട്ടം കറങ്ങാണ്ട് ഒരു പാലത്തേക്കട. അപ്പോൾ ആ പാലം കാണിച്ചു തരാമേ. ഈ താഴൊക്കെ ഈ പാലത്തെ ആദ്യം പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഇവിടെ വേറൊരു പുതിയ പാലം പണിതുണ്ട്. അത് കൊള്ളാം. ഈ ചെറിയ തോടിന് കുറുകെ ആട്ടെ പാലമുള്ളത്. ഇവിടെ പാലത്തിൽ വഴിയോര കച്ചവടം നിരോധിച്ചിരിക്കുന്നു. മൊത്തം വൻ കച്ചവടക്കാരൻ. ഇവിടെ അമ്പലത്തിൽ നിന്നേ പാട്ട് കേൾക്കുന്നുണ്ട് രാവിലെ തന്നെ. അപ്പോൾ അങ്ങനെ നൈസായിട്ട് അമ്പലത്തിൽ നിന്ന് പോയി നോക്കാം കേട്ടോ. ഈ രാവിലെ ഒരു തമിഴ് ടച്ചുള്ള പാട്ട് കേൾക്കുന്ന പറഞ്ഞാൽ അടിപൊളിയാണ്. അതായത് ഈ അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന പാട്ട് അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ല. ഇപ്പോൾ 5:45 ശരിക്കും പറഞ്ഞാൽ. പക്ഷേ മൂന്നാർ ടൗൺ ഓണായിട്ടില്ല ഇതുവരെ. ആൾക്കാരൊന്നും ആയിട്ടില്ല. നല്ല ക്രൗഡായിരിക്കും ഓർത്ത്. പക്ഷേ ഇല്ലില്ല, അതിനുള്ള ആൾക്കാരില്ല. ഓ വാവ്, ഇത് മുരുകൻ്റെ അമ്പലം കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്. പക്ഷേ ഞാൻ കയറി പോകുന്നില്ല കേട്ടോ അമ്പലത്തിലേക്ക്. രാവിലെ കുളിക്കാണ്ടാണ് പോകുന്നത്. അമ്പലം ക്ലോസ് ആണല്ലോ, ഡോറടച്ചിട്ടേ.
ഇത് നോക്കി, ഇതായിട്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. ഓ നൈസ്. ഞാനത് പറഞ്ഞു മുരുകൻ്റെ അമ്പലം കേട്ടോ. ഇവിടെ നമുക്ക് ഓ വാവ്, നല്ല അടിപൊളി സ്മെല്ല്. മറ്റേ ചന്ദനത്തിരിയുടെയാണെന്ന് തോന്നുന്നു. കിടിലം മണം. ഇവിടുന്ന് മൂന്നാർ ടൗൺ ഇതേ നൈസായിട്ട് കാണാമേ. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിനും മൊത്തത്തിലൊരു അടിപൊളി ഫീലിംഗ് ആട്ടോ, ഒന്നും പറയാനില്ല. മൊത്തത്തിൽ നമ്മളൊന്ന് റീഫ്രഷ് ആക്കി കളയും. രാവിലെ ഇങ്ങനെ അമ്പലത്തിൽ നിന്നുള്ള പാട്ടും ആ ഫ്രഷായ ചന്ദനത്തിരിയുടെ മണവും ഓ വാവ്, അതിൻ്റെ കൂടെ ചെറിയൊരു കാറ്റും. അപ്പോൾ പയ്യെ നമുക്ക് തിരിച്ചു പോയേക്കാം. മൂന്നാർ നമ്മൾ പ്രതീക്ഷിച്ച തണുപ്പില്ല കേട്ടോ, തണുപ്പ് ഒട്ടുമില്ല. പ്രതീക്ഷിച്ച തണുപ്പൊന്നുമല്ല, ഒട്ടും തണുപ്പില്ല. സമയം 6 മണിയായിട്ടോ. പയ്യെ മൂന്നാർ ടൗണിൽ നിന്ന് പോവാണ്. ഇനി കുറേ ദൂരം പോകണം, എന്നിട്ട് വേണം വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട്. അത് നമുക്ക് തിരിച്ചു പോകാം. ഇതുണ്ടോ ഗൈസ്, ഇവിടെ ഒരു കോളേജ് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ പഴയ ഗവൺമെൻറ് കോളേജ്. 18-19 ആ സമയത്ത് ഉരുളോട്ടലിൽ കോളേജ് മണ്ണിടിഞ്ഞ് മൊത്തം പോയി. ഒരുപാട് കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന കോളേജായിരുന്നു. കോളേജ് വേറെ എങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ഇപ്പോഴും അവിടെ മണ്ണിടിഞ്ഞു കേട്ടോ. ഈ പ്രാവശ്യം അതിൻ്റെ അവിടെ നിന്ന് മണ്ണിടിഞ്ഞ് താഴത്തേക്ക് പോകുന്നുണ്ട്. കാണിച്ചു തരാമേ. ഇതുണ്ടോ? അയ്യോ, വാവ്. ഇതാണ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അവിടെ അരിക്കുമ്പോൾ നിൽപ്പുണ്ടല്ലോ. ഈ അരിക്കുമ്പോൾ ഇതേ കാണുന്ന കേട്ടോ നമ്മളെ രാവിലെ കണ്ട ലൈറ്റുള്ള ആ കോളനികൾ. നമ്മളെല്ലാവരും തേയിലച്ചെടികൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു നമുക്ക് ഒരുപാട് പേർക്ക് അറിയില്ലാത്തൊരു സത്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇപ്പോൾ ഈ അരപ്പൊക്കം അല്ലെങ്കിൽ ഈ മുട്ടപ്പം പൊക്കത്തിൽ നിൽക്കുന്ന ഈ തേയിലച്ചെടികളില്ലേ, ഈ തേയിലച്ചെടികൾ ശരിക്കും ഇത്രയല്ല വളരുള്ളൂ. ഇത് ശരിക്കും നല്ലൊരു മരം പോലെ വളരും. അതായത് നല്ല ഹൈറ്റിൽ ഈ കാപ്പിയൊക്കെ ഇല്ലേ, നമ്മൾ
നമ്മുടെ കാപ്പിയൊക്കെ പോലെ തന്നെ വളരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ തേയില. അപ്പം ഇതിനെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ വെട്ടി നിർത്തുന്നതുകൊണ്ടാണ് ഈ തേയില വളരാതെ ഇങ്ങനെ തന്നെ കുള്ളനായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ സാധനം വെട്ടാണ്ടിരിക്കുവാണെങ്കിൽ തേയില ശരിക്കും വളർന്ന് വലുതായി പോകും. Kerala, come to Yapur. Na 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 na. Dun dun dun. ഗൈസ്, നിങ്ങൾക്കൊരു കിടിലൻ സാധനം കാണിച്ചു തരാം കേട്ടോ. ഒന്നും പറയാനില്ലാത്തൊരു കിടിക്കാച്ചി സാധനം. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്യാപ്പ് റോഡിലാട്ടോ. ഇവിടെ വന്ന് ഇപ്പോൾ ഒരു കിടിലൻ കാഴ്ച കിട്ടി. ശരിക്കും കണ്ടോ, നോക്കി ക്ലൗഡ് ബെഡാണ്, നല്ല കിടിലനായിട്ട് കിടക്കുന്നുണ്ടോ. ശരിക്കും ആ ക്ലൗഡ് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ, നീങ്ങുന്നുണ്ട് ശരിക്കും. നമുക്ക് അത് ശരിക്കും മനസ്സിലാവുന്നില്ല. ടൈം ലാപ്സ് എടുക്കുവാണെങ്കിൽ കിട്ടില്ല സാധനം കിട്ടും. ഓ വാവ്, നോക്കി ഫുള്ള് നീണ്ടു തീർന്ന് കിടക്കുക. ചൊക്കമലയുടെ മണ്ടയ്ക്ക് സാധനം കിട്ടിയെങ്കിൽ കാലതും ഒരു രക്ഷ ഉണ്ടാവില്ല. Seni görsem ben demeyi, yürek soğur sır vermeyi, yürütmeyim canıma dava, dökülerim sen bana. Seni görsem ben demeyi, yürek soğur sır vermeyi, yürütmeyim canıma dava, dökülerim sen bana. Yürek akılda tındamaydı, börek şandı kalmaydı, özünde oylamay bir kılmet şirkin, mahabatta sınalmay öterme dertin, özünde oylamay bir kılmet şirkin, mahabatta sınalmay öterme dertin. Seni görsem ben demeyi, yürek soğur sır vermeyi, yürütmeyim canıma dava, dökülerim sen bana. Seni görsem ben demeyi, yürek soğur sır vermeyi, yürütmeyim